നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സമീപകാലത്ത് ഒരുപാട് സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കിയ ക്ലബ്ബാണ് സൗദി അറേബ്യൻ വമ്പന്മാരായ അൽ നസർ. ക്രിസ്ത്യാനോ റൊണാൾഡോയെ സ്വന്തമാക്കിയതിലൂടെയാണ് അവർ ഇതിനൊക്കെ തുടക്കം കുറിച്ചിട്ടുള്ളത്. പിന്നീട് സൂപ്പർ താരങ്ങളായ ബ്രോസോവിച്ച്, സാഡിയോ മാനെ, ഒട്ടാവിയോ, അതുപോലെ തന്നെ അലക്സ് ടല്ലസ് തുടങ്ങിയ ഒരുപാട് മികച്ച താരങ്ങളെ അവർ സ്വന്തമാക്കി എന്നതാണ്. കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അവർ ടോട്ടൻഹാമിന്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ എമേഴ്സൺ റോയലിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു. നമുക്കറിയാം, റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് എമേഴ്സൺ റോയൽ. അദ്ദേഹത്തിന് വേണ്ടി 20 മില്യൺ പൗണ്ടിന്റെ ഒരു ഓഫർ കഴിഞ്ഞ ജനുവരിയിൽ ടോട്ടൻഹാമിന് അൽ നസർ നൽകിയിരുന്നു. പക്ഷെ അത് ടോട്ടൻഹാം നിരസിക്കുകയായിരുന്നു. അന്ന് താരത്തെ വിൽക്കാൻ അവർ ഉദ്ദേശിച്ചിരുന്നില്ല. എന്നാൽ അൽ നസർ ഇപ്പോൾ തങ്ങളുടെ ശ്രമങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ല. റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് ഈ ഒരു ബ്രസീലിയൻ താരത്തെ എത്തിക്കാൻ തന്നെയാണ് അവരുടെ ഒരു ഉദ്ദേശം. അതായത് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഓഫർ ടോട്ടൻഹാമിന് അവർ നൽകും. ടോട്ടൻഹാം അത് സ്വീകരിക്കുമോ, അതായത് താരത്തെ കൈവിടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതകൾ ഒന്നും വന്നിട്ടില്ല. 2026 വരെ എമേഴ്സൺ റോയലിന് സ്പെർസുമായി ഇപ്പോൾ കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട്. എന്നാൽ പെഡ്രോ പോറോ വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. ടോട്ടൻഹാമിന്റെ പരിശീലകനായ പോസ്റ്റകോഗ്ലു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് പെഡ്രോ പോറോയാണ്. കേവലം 11 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ മാത്രമാണ് എമേഴ്സൺ റോയൽ ഈ സീസണിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലബ്ബ് വിടാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ടോട്ടൻഹാം അദ്ദേഹത്തെ കൈവിടുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അൽ നസറിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് 2 യൂറോപ്യൻ ക്ലബ്ബുകൾ ഇപ്പോൾ രംഗത്തുണ്ട്. ബയൺ മ്യൂണിക്ക്, AC മിലാൻ എന്നിവർ ഇപ്പോൾ ഈ ഒരു താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി രംഗപ്രവേശനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വരുന്ന സമ്മറിൽ എമേഴ്സൺ റോയൽ കൂടുമാറാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.